LDF സർക്കാരിൻ്റെ കാലാവധി കഴിഞ്ഞു പുതിയ സർക്കാർ ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഭയങ്കര തകൃതിയായിട്ടുള്ള വർക്കാണ് സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത്. ഇപ്പോൾ രാത്രി ഇരുട്ടിൻ്റെ മറവിൽ പല ഫയൽസ് എടുത്ത് കൊണ്ടുപോകുന്നു, കത്തിക്കുന്നു, അത് അവിടുന്ന് വേറെ വാഹനങ്ങൾ കയറ്റുന്നു, കൊണ്ടുപോകുന്നു, പലതരത്തിലുള്ള സാധനങ്ങൾ പറയുന്നു. പല മാധ്യമ ആൾക്കാർ ഇത് പുറത്ത് പറയുന്നുണ്ട്. മാധ്യമങ്ങൾക്ക് പുറമെ ഈ എന്താ പറയുക ഇതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ വർക്ക് ചെയ്ത പല മുൻ IAS ഓഫീസേഴ്സൊക്കെ ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? ഇത് ഫയലുകൾ നഷ്ടമാകുന്നതും ലോഡ് ഷെഡിങ്ങും അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് അവിടുത്തെ ഫയലുകൾ കത്തിപ്പോകുന്നത് ഈ കഴിഞ്ഞ ഒരു 10 വർഷക്കാലത്തിനുള്ളിൽ നമ്മൾ കാണാൻ തുടങ്ങിയ കലാപരിപാടിയാണ്. അതിന് മുമ്പൊന്നും ഇതുപോലൊരു കലാരൂപം സെക്രട്ടേറിയറ്റിൽ അരങ്ങേറിക്കൊണ്ടിരുന്നില്ല. നമ്മളിപ്പോൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ഓരോ പുതിയ പുതിയ ഐറ്റംസ് കൊണ്ടുവരുന്നത് പോലെ തന്നെ ഈ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ഒരു ഇൻവെൻഷൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണ കാലയളവിൽ ഒരു ഇൻവെൻഷൻ പോലെ വന്നൊരു സാധനമാണ് ഈ ഫയൽ കത്തിക്കൽ. അതിന് വേണ്ടിയിട്ട് ഒരു ഷ്രെഡിങ് മെഷീൻ തന്നെ അവിടെ ഉണ്ട്. അത് അതിന് ഇതായിട്ടുള്ളതാണ്. അല്ലാണ്ട് തന്നെ ജയതിലകൻ്റെ ക്യാബിനിലുണ്ട് എന്ന് പറയപ്പെടുന്നൊരു ഇതാണ്. അത് നോർമലി അവിടുത്തെ കൂടുതൽ വരുന്ന പേപ്പേഴ്സൊക്കെ കത്തിച്ച് കളയുക എന്നുള്ളതൊരു നോർമൽ പ്രോസസ്സാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇവിടെ തെരഞ്ഞെടുപ്പ് ഫലം എതിരാകുമെന്ന് ഉറപ്പായപ്പോൾ തന്നെ, ഭരണം എതിരായി എന്നറിഞ്ഞ സമയത്ത് തന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ ക്യാബിനുകളിൽ നിന്ന് ഇതുപോലെയുള്ള പ്രൈവറ്റ് ഫയൽസ് പുറത്തു പോയിട്ടുണ്ട്. അതിൻ്റെ കൃത്യമായ വിവരങ്ങൾ പുറത്ത് വന്നതുമാണ്. ഇത് കഴിഞ്ഞിട്ട് ഇലക്ഷൻ റിസൾട്ട് വന്ന് തൊട്ടടുത്ത ദിവസം തന്നെ, അതായത് പലരും ജയിക്കുമെന്ന് കരുതിയിരുന്ന ഒരു ഡസനിലധികം മന്ത്രിമാർ നമ്മുടെ PD സതീശൻ പറഞ്ഞ പോലെ തോറ്റിട്ടുണ്ടല്ലോ. അതേ ഈ പർട്ടിക്കുലർ മന്ത്രിമാരുടെയൊക്കെ ക്യാബിനുകളിൽ നിന്ന് ഇതുപോലെ ലോഡ് കണക്കിന്, അതും വാഹനങ്ങളിൽ കയറ്റിയാണ് കൊണ്ടുപോയേക്കണം. കത്തിക്കാൻ കൊണ്ടുപോയ നോർമൽ ഈ വേസ്റ്റ് പേപ്പർ കത്തിക്കാൻ കൊണ്ടുപോകുന്ന പോലെയല്ല, ഫയലുകൾ വാഹനങ്ങളിൽ കയറ്റി പുറത്ത് കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ട് ചട്ടവിരുദ്ധമാണെന്ന് പറഞ്ഞിട്ട് ജിജി തോംസൺ അടക്കമുള്ളവർ രംഗത്ത് വന്നിട്ടുണ്ട്. കുറച്ച് ദിവസം മുന്നേ തന്നെ പ്രശാന്ത് ബ്രോ IAS പറഞ്ഞത് ഇതേ കാര്യം തന്നെയായിരുന്നു. ഇതുപോലെയുള്ള കുറേ കത്തിക്കലുകളും അല്ലെങ്കിൽ ഈ ഫയലുകൾ നശിപ്പിക്കൽ ഒരു തുടർക്കഥയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഈ ഭരണമാറ്റത്തിന് മുന്നേ തന്നെ പല കാര്യങ്ങളും അവർ നശിപ്പിച്ച് കളയും എന്നുള്ളത് പറഞ്ഞത് അച്ചട്ടായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ അകത്ത് തന്നെ കുറച്ച് മന്ത്രിമാരുടെ ക്യാബിൻ അല്ലാണ്ട് അതിന് സെക്രട്ടേറിയറ്റ് വളപ്പിന് പുറത്തായിട്ട് Annex 2 വരുന്നത്. അവിടെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഉന്നത വിദ്യാഭ്യാസം, പൊതുമരാമത്ത്, കൃഷി, ആരോഗ്യ വകുപ്പ്, അതായത് വീണ ജോർജിൻ്റെ ഉൾപ്പെടെയുള്ള 5-6 ക്യാബിനുകളാണ് അവിടെ വരുന്നത്. ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് പേഴ്സണൽ സ്റ്റാഫുകൾ, ഓരോ മന്ത്രിമാർക്കും ഡസൻ കണക്കിന് പേഴ്സണൽ സ്റ്റാഫുണ്ട്. ഈ മന്ത്രിമാരുടെ അഴിമതി മാത്രമല്ല, മന്ത്രിമാരുടെനേക്കാളും കൂടുതൽ ഈ പേഴ്സണൽ സ്റ്റാഫുകൾ മന്ത്രിമാരുടെ ലേബലിൽ അവർ ചെയ്തതും ഉണ്ടാവുക ഇതിനകത്ത്. മന്ത്രിമാർ മാത്രമായിട്ട് കുറ്റം പറയണില്ല. അപ്പം എന്തായാലും ആരുടെ താല്പര്യപ്രകാരമാണെങ്കിലും അതിനകത്തുനിന്ന് ഇങ്ങനെ ഡസൻ കണക്കിനായിട്ട് ബൾക്കായിട്ട് ഫയലുകൾ നീക്കുക എന്ന് പറയുന്നത്, അതും ഇത്രയും പുറത്ത് വന്നിട്ട് പോലും അതിലൊരു വിശദീകരണം തരാത്തത് എന്തിൻ്റെ ബേസിലാണെന്നറിയില്ല. ഈ കത്തിച്ച് കളയുക എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഒരിക്കലും വീണ്ടെടുക്കാൻ പറ്റാത്തൊരു സാധനമാണല്ലോ. അപ്പോൾ ഷ്രെഡിങ് എന്ന് പറയുന്നത് അവർ ഉറപ്പായിട്ടും ആ ഒരു വേ അവർ കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ അവർ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സേഫസ്റ്റ് മെത്തേഡായിട്ട് അവർ യൂസ് ചെയ്യുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ പറയുന്ന വീണ ജോർജിൻ്റെ ക്യാബിനിൽ നിന്നുൾപ്പെടെ നമ്മൾ പണ്ട് തന്നെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വീണ ജോർജ് മന്ത്രിയായതിനു ശേഷം മന്ത്രിയെ ശരിക്കും DMOമാർക്ക് പോലും കാണാൻ കിട്ടില്ലായിരുന്നു. പരാതി പറയാൻ ചെല്ലണമെങ്കിൽ ആദ്യം പേഴ്സണൽ സെക്രട്ടറി ആയിട്ടുള്ള സജീവൻ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തോട് കാര്യം പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഔദാര്യം ഉണ്ടെങ്കിൽ മാത്രം ഒരു മന്ത്രിയുടെ അടുത്ത് കാര്യം എത്തുള്ളൂ. അപ്പം അങ്ങനെ ശരിക്കും ഒരു സ്റ്റാമ്പായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് എന്ന് പറഞ്ഞ് നിന്നിരുന്ന ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഉണ്ടല്ലോ, അവരുടേതായിട്ടുള്ള രീതിയിൽ നടത്തിയ അഴിമതികൾ പോലും ആ ഫയലുകളിൽ ഉണ്ടാവാം. അപ്പം അടുത്ത ഭരണമാറ്റം വന്ന അടുത്ത ആൾക്കാർ വരണതിന് മുന്നേ തന്നെ ഈ സാധനം നശിപ്പിച്ച് കളയുക എന്നുള്ളത് ഓരോരുത്തരുടെ നിലനിൽപ്പിൻ്റെ ആവശ്യമാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിലനിൽപ്പ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പുതിയ കേസുകളിലേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതങ്ങ് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടാകും. ശരിക്കും ഇതിൽ ശക്തമായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ, കൃത്യമായിട്ടൊരു അന്വേഷണം വരണം എന്ന് തന്നെയാണ്. എന്നുവെച്ചാൽ സെക്രട്ടേറിയറ്റിനകത്തിരിക്കുന്ന അല്ലെങ്കിൽ മന്ത്രിമാരുടെ ക്യാബിനിലിരിക്കുന്ന ഫയലുകൾ, ഓരോ ഫയലിനും ഓരോ ലൈഫുണ്ട്. ആ ഫയലെന്ന് പറയുന്ന ഇത്ര ലൈഫ് സൈക്കിളിൽ അത് സൂക്ഷിച്ച് വെക്കണം എന്നുണ്ട്. ഈ ഒരു ഫയൽ ഇത്ര കാലയളവ് വരെ സൂക്ഷിച്ച് വെക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇത്ര പ്രോസസ്സ് കഴിയുന്നത് വരെ സൂക്ഷിച്ച് വെക്കണം എന്ന് അവരുടെ ചട്ടത്തിലുള്ളതാണ്. പ്രത്യേകിച്ച് ഈ പറയുന്ന ചീഫ് സെക്രട്ടറിയും വകുപ്പ് സെക്രട്ടറിയൊക്കെയാണ് ഈ ഫയലുകൾ കൈകാര്യം ചെയ്യേണ്ടത്. അല്ലാണ്ട് പേഴ്സണൽ സ്റ്റാഫുകൾ എടുത്തുകൊണ്ട് പോകാനായിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ചാൽ വകയൊന്നും അല്ല. അവർക്ക് എടുത്തുകൊണ്ട് പോകാവുന്ന സാധനമല്ല. ഈ പറയുന്ന ചീഫ് സെക്രട്ടറി, വകുപ്പ് സെക്രട്ടറി അറിയാണ്ട് ഈ ഫയലുകൾ അവിടെ നനക്കാൻ പറ്റില്ല. അവരുടെയൊക്കെ മൗനാനുവാദം ഉണ്ടായിട്ടാവാം. ഒരു ഫയലിൽ തന്നെ ഇപ്പോൾ ഏറ്റവും ഔദ്യോഗികമായിട്ടുള്ളൊരു രേഖ എന്ന് പറഞ്ഞിട്ട് വെക്കുന്ന ഒരു സാധനമാണല്ലോ അത്. പണ്ട് എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷം മുന്നേ പറഞ്ഞു കേട്ടിട്ടുള്ളൊരു കാര്യം, EMSൻ്റെ ഒക്കെ കാലയളവിൽ ഈ
എത്ര നമ്മൾ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ വിമർശിച്ചാലും ജവഹർലാൽ നെഹ്റു ആണെന്ന് നെഹ്റു ഒരിക്കൽ ഈ കമ്മ്യൂണിസ്റ്റുകാരോട് നിങ്ങളുടെ ഇതുപോലെ മിനിറ്റ്സ് ചോദിച്ചപ്പോൾ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവ്, മുതിർന്നൊരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അന്നത്തെ മിനിറ്റ്സ് എടുത്ത് കാണിച്ചു കൊടുത്തപ്പോൾ നെഹ്റു തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് പറയുന്നൊരു ഇതൊരു മുതിർന്ന നേതാവ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നെഹ്റു തന്നെ പറഞ്ഞു ഇത്രയും ഓത്തൻറ്റിക് ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ അപ് ടു ഡേറ്റ് അത്രയും കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുന്ന വസ്തുനിഷ്ഠമായിട്ടുള്ളൊരു കണക്കും ഇതും വേറൊരു പാർട്ടിക്കും സാധിക്കില്ല എന്ന്. അപ്പം അത്രയും കൃത്യമായിട്ട് കണിശമായിട്ട് റിപ്പോർട്ടുകൾ സൂക്ഷിച്ചിരുന്ന ഒരു പാർട്ടിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണിത്. ഈ പാർട്ടിയിലെ ഫയലുകൾ ബാക്കിയുള്ളവർ അറിയാണ്ടിരിക്കാൻ വേണ്ടി കത്തിച്ച് കളയേണ്ട അവസ്ഥയിലേക്ക് പോവാണിത്. ഈ പറയുന്ന നമ്മുടെ ജയതിലക IAS ഒക്കെ അറിയാണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി അല്ലാണ്ടൊന്നും ഇത് ചെയ്യാൻ പറ്റില്ലല്ലോ. എന്നാലും ഇതിൽ കൃത്യമായിട്ടൊരു അന്വേഷണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിക്കവരും ഒരുവിധം എല്ലാവരും പെടേണ്ടത് തന്നെയാണ്. ഈ ആരോഗ്യവകുപ്പിൻ്റെ ഉൾപ്പെടെ സാധനങ്ങൾ മാറ്റുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് PR കിറ്റ്, PPE കിറ്റ്, അതുപോലെയുള്ള ആരോഗ്യവകുപ്പിലൊക്കെ നടന്നിരിക്കുന്ന കോടികളുടെ അഴിമതി, അത്തരം ഒരുപാട് കാര്യങ്ങൾ ഇതുപോലെ തള്ളിപ്പോയിട്ടുണ്ടാവാം. അപ്പോൾ എന്തൊക്കെ സാധനമാണ് ഇവർ ഒതുക്കിയേക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രശാന്തിനെതിരെ കണ്ടിന്യൂസ് ആയിട്ട് നടപടി എടുക്കുന്നു. ഇപ്പോൾ ലാസ്റ്റ് ഭരണം കഴിഞ്ഞിട്ട് പോലും, ഇലക്ഷൻ കഴിഞ്ഞിട്ട് പോലും പെട്ടെന്ന് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുന്നു, സസ്പെൻഷൻ വീണ്ടും കാലാവധി വീണ്ടും നീട്ടുന്നു. അപ്പം ഇതും പ്രശാന്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ ഒരു സംഭവം അതിനുള്ളിൽ നടക്കുന്നില്ലേ? പ്രശാന്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രശാന്ത് ഫാക്ട്സ് വിളിച്ച് പറയുന്ന ഒരാൾ കൂടിയാണ്. അതിനകത്ത് നിൽക്കുന്ന അത്രയും കൃത്യമായിട്ട് ഈ ഇതിൻ്റെയൊക്കെ ഒരു നടപ്പുവശം അറിയാവുന്ന ഒരാൾ കൃത്യമായിട്ടും അത് വിളിച്ചു പറയുന്നു. പക്ഷെ വിളിച്ചു പറയുന്നവനെ സപ്പോർട്ട് ചെയ്യാനല്ല ആളുള്ളത്. ഭരണവർഗത്തിനൊപ്പം വാലാട്ടി നിൽക്കാനേ അതിനകത്ത് ആളുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രശാന്ത് ഒറ്റപ്പെടുക ചെയ്യണം. പ്രശാന്ത് മാത്രമല്ല, അശോക് IAS ആണെങ്കിലും ഇങ്ങനെ തന്നെ പുറത്തു പോയവരാണ്. ഇപ്പോൾ ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പ്, അതായത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നതിന് ശേഷമാണ് പ്രശാന്തിൻ്റെ അടുത്ത സസ്പെൻഷൻ ഓർഡർ അടിച്ചു കൊടുത്തത്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പോലെ E-ഫയൽ സംവിധാനത്തിൽ കയറ്റാൻ പറ്റത്തില്ല. E-ഫയലായിട്ട് കയറ്റാൻ പറ്റാത്തതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴുള്ള കാവൽ മന്ത്രിസഭയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരതൊക്കെ കടലാസ് പേപ്പറിലാക്കിയിട്ടാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇറങ്ങുന്നതിന് മുമ്പ് വരെ അടിച്ച് കൈ കൊടുത്തിട്ടുണ്ട് സസ്പെൻഷൻ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി 9ാമത്തെ സസ്പെൻഷനോ 6ാമത്തെ സസ്പെൻഷനോ മറ്റേയാണെന്ന് തോന്നുന്നു. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് അതിൻ്റെ ഓരോ വകുപ്പുകളും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒരു ഫയൽ എന്ന് പറയുന്നത് ചുമ്മാ എഴുതി വെക്കുന്ന ഒരു സാധനമല്ല. ഒരാളൊരു നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ കത്തിൽ തുടങ്ങുന്നുണ്ട് ഒരു ഫയലിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ആ ഒരു ഇതാര് കൊടുത്തു, പ്രപ്പോസൽ ആര് മുന്നോട്ട് വെച്ചു, അതിന് ലോ എന്താണ് അതിന് പറഞ്ഞത്, അല്ലെങ്കിൽ ആ പ്രപ്പോസൽ എങ്ങനെ രൂപപ്പെട്ടു, ആരൊക്കെ അതിനെ എതിർത്ത് സംസാരിച്ചു, ആരതിനെ ബൈപ്പാസ് ചെയ്തു, ലോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ത് പറഞ്ഞു, ഫിനാൻസ് എന്ത് പറഞ്ഞു, അല്ലെങ്കിൽ അവസാനത്തെ അനുമതി കൊടുത്തത് ആരാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരു ഫയലിൻ്റെ അകത്ത് വരേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അത്രയും ഒരു പദ്ധതിയെപ്പറ്റി നമ്മൾ ഈ ഒരു 5 വർഷ കാലയളവിൽ ഒരു പദ്ധതിയെപ്പറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ A to Z കാര്യങ്ങൾ ആ ഒരു ഫയലിൽ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഫയൽ അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങനെ പോസിബിൾ ആവും, അല്ലെങ്കിൽ അതിന് എങ്ങനെ എന്ത് പറഞ്ഞവർ ന്യായീകരിക്കും എന്നുള്ളതറിയില്ല. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ചെയ്തിട്ട് അങ്ങനെ തന്നെ ആക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ മെറ്റ വെച്ചിട്ടൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആര് എഡിറ്റ് ചെയ്തു എന്ന് പോലും അറിയാനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് നമ്മുടെ ഇടയിൽ. ആരാണ് ഏത് സമയത്ത് എവിടെ നിന്ന് എഡിറ്റ് ചെയ്തു എന്ന് വരെ അറിയാൻ പറ്റും അതിനകത്ത്. പക്ഷെ അങ്ങനെയുള്ളൊരു സിസ്റ്റത്തിനെ മറികടന്നുകൊണ്ടാണ് ഇപ്പോഴും ഈ കടലാസവൽക്കരണം കൊണ്ടുവന്നിട്ട് ഈ കടലാസ് ഫയലുകളിൽ ഇതുപോലത്തെ കുറേ വിധി എഴുതുക, കുറച്ച് ആവശ്യം കഴിയുമ്പോൾ അതിനങ്ങോട്ടൊരു ഷോർട്ട് സർക്യൂട്ടിൽ കത്തിച്ച് കളയുക. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ പട്ടാപ്പകലൊക്കെ ചെന്നിട്ട് ഇതുപോലെ ഫയലുകൾ ഇങ്ങനെ ബൾക്കായിട്ട് വണ്ടികളിൽ കയറ്റി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ ഇതൊക്കെ അടുത്ത വരുന്ന ഭരണപക്ഷം അല്ലെങ്കിൽ ഭരണത്തിലേക്ക് വരാൻ പോകുന്ന UDF ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇതിൽ സമഗ്രമായ ഒരു അന്വേഷണം നടത്തേണ്ട വിഷയം തന്നെയാണിത്. കൃത്യമായിട്ടും ഈ പറയുന്ന പോലെ അടുത്ത ഭരണം വരുമ്പോൾ അവർ പ്രതികാര ബുദ്ധിയോട് കൂടിയിട്ടല്ല പഴയ ഫയലുകൾ നോക്കുന്നത്. അത് അവരുടെ ഒരു ഡ്യൂട്ടി ആയിട്ട് അവർ വന്ന് കയറി കഴിഞ്ഞാൽ തന്നെ ആദ്യത്തെ കുറേ വർഷങ്ങളിൽ നോക്കുക എന്നുള്ളത് അവരുടെ ഡ്യൂട്ടിയിൽ പെടുന്ന കാര്യമാണ്. അതുപോലെ അപ്പോൾ അതിന് മുന്നേ തന്നെ ഇങ്ങനത്തെ തെളിവ് നശിപ്പിക്കൽ വരുമ്പോൾ വീണ ജോർജ് ഉൾപ്പെടെയുള്ളവരുടെ വീണ ജോർജിനെ ഞാൻ എടുത്ത് പറഞ്ഞു എന്ന് മാത്രം, ഇതുപോലെയുള്ള ഈ കൊണ്ടുപോയ ഫയലുകൾ പേഴ്സണൽ സ്റ്റാഫുകളുടെയും മന്ത്രിമാരുടെയും ഒക്കെ ഒരുപാട് ജീവിതം ഇനി എങ്ങോട്ടെന്ന് നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഫയലുകളായിരിക്കണം അതിനകത്ത് ഉണ്ടാവുക.